ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മിൻഹാജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് പേപ്പറിൻ്റെ ഒരു മിനി ഓറിയൻറ്റേഷനാണ്. അതല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി സെറ്റിംഗ് ക്ലാസ്സാണ്. നമ്മൾ എങ്ങനെ നമുക്ക് എക്സാമുകളിൽ 75-80% മാർക്ക് പേപ്പർ 2-ൽ നിന്ന് സ്കോർ ചെയ്യാം എന്നതാണ് നമ്മളെ ടാർഗറ്റ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. വളരെ റിലാക്സ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ സെക്ഷൻ കണ്ടു തീർക്കണം. സോ റീസെൻ്റ്ലി ഒരു എക്സാം കഴിഞ്ഞു അല്ലേ? അതിന് മുമ്പുള്ള എല്ലാ എക്സാംസ് എടുത്ത് നോക്കിയാലും സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു പേപ്പേഴ്സ് അല്ല UGC നെറ്റ് നമുക്ക് തരുന്നത്. എല്ലായ്പ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാം. റീസെൻ്റായിട്ട് നടന്ന UGC നെറ്റ് പേപ്പറിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് നോക്കിയാൽ കൂടുതലും ഫാക്ച്വൽ ഓറിയൻറ്റിൽ നിന്ന് മാറി കുറച്ചും കൂടി കോൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഫാക്ച്വൽ ഓറിയൻറ്റഡ് കുറഞ്ഞു എന്നല്ല, ഫാക്ച്വൽ ആണെങ്കിൽ പോലും അതോടൊപ്പം എന്തുണ്ട്, കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും നന്നായി സ്കോർ ചെയ്യാനുള്ള അതിനായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്നുള്ളത് നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ പലരും ഓൾറെഡി എക്സാം എഴുതിയവരുണ്ടാവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത് പോയവരുണ്ടാവും, അവർ പിന്നീട് JRF വേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കും. അതല്ല, ആദ്യമായിട്ട് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നവരുണ്ടാവും, ഒരുപാട് തവണ എഴുതിയിട്ടും കിട്ടാത്ത വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പം ആ രണ്ട് കാറ്റഗറി, ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാറ്റഗറി ഉള്ള ആളുകളോട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ സെഷൻ നിങ്ങൾ കാണേണ്ടത്. സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്ത് ഒരു കോമ്പറ്റീറ്റീവ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കോമ്പറ്റീറ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ബേസിക് കോൺസെപ്റ്റ്സും മനസ്സിലാക്കി ഒപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിരന്തരം റിവിഷൻ ചെയ്തിട്ടായിരിക്കും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പോവുക. സോ അതേ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം ആളിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, UGC നെറ്റ് പലപ്പോഴായിട്ട് നമുക്ക് പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ് വരാറുണ്ട്, പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ഏജൻസി നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ എത്രത്തോളമാണോ മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്യുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് A to Z കാര്യങ്ങൾ ഒരു എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാനുള്ള A to Z ബേസിക് കാര്യങ്ങൾ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. സിലബസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ്, കുറച്ച് ഈ സിലബസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ 10 യൂണിറ്റ്സുകളുള്ള, എന്നാൽ പല ഭാഗങ്ങളും വളരെ പാസീവായിട്ട് ഈ കാലഘട്ടത്തിൽ ചോദിക്കാത്ത, എന്നാൽ പുതിയതായിട്ട് പല ടോപ്പിക്സുകളും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസ് എടുത്ത് നോക്കിയാൽ കാണില്ല, പക്ഷേ PYQs എടുത്ത് നോക്കിയാൽ ഈ ടോപ്പിക്സ് ഒക്കെ അവിടെ കാണാം. അത്തരത്തിൽ സിലബസിനെ നന്നായിട്ട് ഡീകോഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക, ഒന്ന് PYQ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഓൾറെഡി PYQ ഒക്കെ പ്രാക്ടീസ് ചെയ്തവരുടെ ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും സിലബസ്, നോർമൽ സിലബസ് അതേപോലെ എടുത്ത് നോക്കാനല്ല, ഉള്ള സിലബസിനെ ഹിഡൻ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഹിഡൻ സിലബസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നിക്നെയിമായിട്ട് വിളിക്കാം. എന്താണ്, സിലബസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് സിലബസിൽ കാണാത്ത ചില ഭാഗങ്ങൾ, പക്ഷേ നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങൾ. ഓക്കെ, പേപ്പർ 1-ലൊക്കെ ഒരുപാട് അങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ട്. ഇവിടെ എന്തായാലും നമ്മളെ പേപ്പർ 2-ലും അത്തരത്തിൽ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഡീകോഡ് ചെയ്തിരിക്കണം, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ നിരന്തരം ചോദിക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകണം, അത് ഒട്ടും കവർ ചെയ്യാതിരിക്കരുത്. അതായത് നെവർ സ്കിപ്പ് എനി പോയിൻറ്റ്സ്. സിലബസിലെ ഒരു പോയിൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് PYQ പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ PYQ ട്രെൻഡ്. 2023 എക്സാം അപ്പിയർ ചെയ്തവർക്കറിയാം, ജൂൺ സൈക്കിളാണെന്ന് തോന്നുന്നു. അപ്പം 2023 എക്സാംസ് ഹൈലി ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു. ഇതുവരെ പൊളിറ്റിക്കൽ സയൻസ് കാണാത്ത പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ സിലബസിലോ മറ്റെവിടെ ക്ലാസ്സുകളിലോ ഒന്നും ഡിസ്കസ് ചെയ്യാത്ത. എന്നാൽ അതിനുശേഷം 24-25 കാലഘട്ടത്തിൽ നോക്കിയാൽ
ഒരുപാട് ഫാക്ച്വൽ ടൈപ്പ് ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ക്രൊണോളജി ബേസ്ഡ് ഒരുപാട് ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഫാക്ച്വൽ. ചിലപ്പം നമ്മൾ നോർമൽ PSC എക്സാംസിനൊക്കെ കാണുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ അവിടെ കടന്നു വരാറുണ്ട്. അതൊക്കെ വളരെ റെയറാണ്. ഒരുപാട് ചോദ്യങ്ങളല്ല, 1-2 ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. 100 ചോദ്യത്തിൽ 1-2 ചോദ്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പം നിലവിലെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണം. നിലവിലെ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ റീസെൻ്റായിട്ട് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പം നിലവിലെ ട്രെൻഡ് എന്താണ്, നമ്മളെ നിലവിലെ എക്സാംസിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഒരുപാട് ഫാക്ച്വൽ ടൈപ്പാണോ, അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നു, ഒരു 45 to 50% മാർക്ക് നിങ്ങൾക്ക് PYQ സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ലഭിക്കും. എൻ്റെ ഗ്യാരണ്ടിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കൂ. PYQ സ്ട്രെസ് ചെയ്ത് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് 45 to 50. ഈ റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കോൺട്രവേഴ്സീസ് ഒരുപാടുള്ളപ്പോൾ ഒരു കോൺട്രവേഴ്സി ഇതായിരുന്നു അല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചില പേപ്പറിലൊക്കെ പകുതിയിലേറെയും ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നു, PYQ കോപ്പി പേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം PYQയുടെ റെലവൻസ് അറിയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബിൽഡ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും സ്റ്റുഡൻസ് ശ്രമിക്കുന്നതാണ്. നിലവിൽ ഫാക്ച്വൽ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഫാക്ച്വൽ നന്നായിട്ട് കുറേ പഠിക്കും, ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനത്തെ ഒരു പേപ്പറല്ല. മറ്റ് പേപ്പറുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എസ്പെഷ്യലി യൂണിറ്റ് 1. ഓക്കെ, യൂണിറ്റ് 1 ഒക്കെ എടുത്ത് നോക്കിയാൽ അവിടെ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് ആ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റ് യൂണിറ്റ്സുകളിലേക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുള്ളൂ അവിടുത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ. അപ്പം കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഐഡിയോളജീസും ഒരുപാട് കോൺസെപ്റ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ മാത്രമല്ല, ഫ്യൂച്ചറിൽ മറ്റ് പല ഈ അക്കാഡമിക് മേഖലയിലാണ് നിങ്ങൾക്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ. ബേസ് ടു അഡ്വാൻസ്, ഇത് ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് ആണെങ്കിൽ പോലും, ഈ സ്ലൈഡിലെ ലാസ്റ്റ് പോയിൻ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ഒരു എക്സാം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് വേണ്ടി സിലബസിൽ കൊടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ ഡീപ്പിൽ പഠിച്ചു പോകും, വളരെ ഡീപ്പിൽ പഠിച്ചു പോകും. പക്ഷെ നമ്മൾ ഈ ബേസ് ഉണ്ടല്ലോ, ബേസ് നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവില്ല. എക്സാം ആളിൽ ചെന്നെത്തുമ്പോഴായിരിക്കും ബേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. പക്ഷേ ബേസ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. നമ്മൾ അത്രയ്ക്കും കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ അത്രയ്ക്കും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഓപ്ഷനിൽ നിന്ന് കാണുമ്പം ചിലപ്പോൾ നമുക്ക് അറിയാം, പക്ഷേ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റണം, നമ്മൾ എന്ത് ചെയ്യണം, അത്രയ്ക്കും തറോ ആക്കിയിരിക്കണം. അതായത് ബേസ് സെറ്റായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നു, ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബേസ് നിങ്ങളെ കയ്യിലുണ്ട്, സെക്യൂർ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസിലേക്ക് പോകേണ്ടത്. അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഉറപ്പാക്കിയിരിക്കണം, ബേസ് സെറ്റാണെന്ന്. നിരന്തരം ചോദിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങളെ ഓർമ്മയിലുണ്ട്. എങ്ങനെ ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എക്സാമിന് മുമ്പായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനൊക്കെയുള്ള സമയം നമുക്കുണ്ട്. അടുത്ത എക്സാമിന് മുമ്പായി അതിനൊക്കെ സമയമുണ്ട്, ഇനഫായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരം കാര്യങ്ങളോടൊപ്പം ഇനിയുണ്ട് നമുക്ക് നോക്കാനായിട്ട്. അടുത്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. അതെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സാം ഹാളിൽ നമ്മൾ ആദ്യമായിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നെറ്റ് പാസ്സാവാനൊരു വഴിയുണ്ട്. എങ്ങനെയാണെന്നറിയാം, എല്ലാ തവണയും നെറ്റ് എക്സാമിന് പോയി അപ്പിയർ ചെയ്യുക, എന്നിട്ട് അതൊരു മോക്ക് ടെസ്റ്റായിട്ട് പരിഗണിച്ചിട്ട് ഒരു 5-6 തവണയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെറ്റ് കിട്ടും, അല്ലെ JRF കിട്ടും. അതിന് പകരം നിങ്ങൾ എക്സാമിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു എയിം നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. അതായത് മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതോടൊപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം റിവിഷൻ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചില ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടാവും, നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളവ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി വെച്ച നോട്ടൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു മാസ്റ്റർ ബുക്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതെടുത്ത് വീണ്ടും വായിച്ച് നോക്കുക, അത് റിവൈസ് ചെയ്യാം. പിന്നെ വീണ്ടും ഒരു തവണ ആ ക്വസ്റ്റ്യൻ നിങ്ങളെടുത്ത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ റിവൈസ് ചെയ്യാം. ഇതിങ്ങനെ സൈക്കിൾ പോലെ വീണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന പോലെ തറവായിട്ട് നിങ്ങൾക്ക് ബേസ് സെറ്റ് ആവുള്ളൂ. പ്രിപ്പയർ സ്ട്രക്ചേർഡ് നോട്ട് വിത്ത് ലോങ് ടേം വിഷൻ. പലരും ചിലപ്പം ചെയ്യാത്ത കാര്യമായിരിക്കും.
ഓക്കെ, ഞാനൊരു ഏവറേജ് സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല നോട്ട് ഇപ്പം നെറ്റാണ്, ഓക്കെ ഈ 6 മാസത്തിനുള്ളിൽ എനിക്ക് ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ 6 മാസം കഴിഞ്ഞ് പിന്നെ എനിക്ക് ആവശ്യമില്ലല്ലോ, അപ്പം പിന്നെ നോട്ടൊന്നും തയ്യാറാക്കണ്ട. ഈ നോട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ തന്നെ എന്താണ്, അത്ര സ്ട്രക്ചേർഡ് ആവണ്ട, അത്ര നീറ്റ് ആവണ്ട ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഒരു നോട്ട് നിങ്ങൾ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. എങ്ങനെ, ഒരു ലോങ് ടേം എനിക്കിത് യൂസ് ചെയ്യണം. അതായത് നെറ്റ്, JRF, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി JRF ക്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ JRF കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് എൻ്റെ അക്കാഡമിക് മേഖലയിലൊക്കെ ആവശ്യമുള്ളതാണ് എന്ന രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട് പ്രിസൈസ് ആയിരിക്കണം, വളരെ ഷോർട്ടായിരിക്കണം. ഞാൻ എഴുതിയിട്ടുണ്ട്, വളരെ പ്രിസൈസ് ആയിരിക്കണം, ഷോർട്ടായിരിക്കണം. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് അല്ല വേണ്ടത്. നമുക്ക് എക്സാമിന് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഫാക്ച്വൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സുകളായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ടാർഗറ്റ് ദ വൾണറബിലിറ്റി സോൺ. നിങ്ങളെ ഏറ്റവും വർണറബിൾ ആയിട്ടുള്ള സോൺ ഉണ്ടാവും, നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടാവും. ചിലർക്ക് IR ആയിരിക്കും, ഇൻ്റർനാഷണൽ റിലേഷൻ ആയിരിക്കും, ചിലർക്ക് പൊളിറ്റിക്കൽ തോട്ടായിരിക്കും, ഐഡിയോളജീസ് ആയിരിക്കും, ഇങ്ങനെ ഇന്ത്യൻ ഫോറിൻ പോളിസി ആയിരിക്കും, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, ചിലർക്ക് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ ഏറ്റവും വീക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായിരിക്കണം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനായിരിക്കണം. അവിടെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, അതിന് കൂടുതൽ ടൈം കൊടുക്കണം. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നോട്ട് പാസീവ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ്. ഓക്കെ, നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആക്റ്റീവ് ലേണിംഗ് ആയിരിക്കണം പ്രിഫർ ചെയ്യേണ്ടത്. പാസീവായിട്ട് ജസ്റ്റ് റീഡ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ റീഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോരാ എനിക്ക്. അപ്പോൾ അടുത്ത എക്സാമിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് ലേണിങ്ങിലോട്ട് കടക്കുക. ഇപ്പോഴേ പറയുന്നു, ഇപ്പോഴേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വായിക്കുമ്പോൾ എന്തൊക്കെ വായിക്കുന്നുണ്ടോ, എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, വളരെ ആക്റ്റീവായിട്ട് അത് റീഡ് ചെയ്യണം. മാത്രമല്ല ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട്, ഇപ്പോൾ ലിബറലിസം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, കൺസർവേറ്റീവ്സിൻ്റെ ഒരു അപ്ലിക്കേഷൻ വേർഷൻ എന്താണ്, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ച ജസ്റ്റിസ് തിയറി എങ്ങനെയാണ്, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വേർഷൻ എങ്ങനെയാണ്. അപ്പോൾ ഒരു അപ്ലൈഡ് വേർഷൻ, അല്ലെങ്കിൽ ഇന്നത്തെ കറണ്ട് IR ഇൻ്റർനാഷണൽ റിലേഷനിൽ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ ഐഡിയോളജിയാണ് അതിൽ പാർട്ടായിട്ടുള്ളത്, അത്തരത്തിലുള്ള അപ്ലിക്കേഷൻ വേർഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ വേർഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ ആണല്ലോ. സോ അടുത്ത്, അഡോപ്റ്റ് എ ഡെഡിക്കേറ്റഡ് കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത് ചെയ്യണം, നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെഡിക്കേറ്റഡ് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലൂടെ ആയിരുന്നു മുന്നോട്ട് പോകേണ്ടത്. ഒരു നെറ്റ് എക്സാമാണ്, അല്ലെങ്കിൽ JRF എക്സാമാണ്, അതെന്തല്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ല, നമ്മളൊരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും പോയൊക്കെ ചിലപ്പോൾ കിട്ടുമെന്നുള്ള മൈൻഡ് നിങ്ങൾക്കില്ലയെന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം, ഇത് വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നതാണ്, 100-ൽ 6 പേർക്ക് അല്ലെങ്കിൽ 102 പേർക്കൊക്കെ കിട്ടുന്നതാണ്. അതിന് നല്ല കോമ്പറ്റീഷൻ, എൻ്റെ കൂടെ ഒരുപാട് പേര് ഓടുന്നുണ്ട്, അവരെക്കാൾ കൂടുതൽ മുന്നിൽ എനിക്ക് ഓടണം. ആ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി എനിക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, കൂടുതൽ വർക്കൗട്ട് ചെയ്യണം, കൂടുതൽ എഫേർട്ട് എനിക്കിതിലിടണം. ഓക്കെ, എനിക്കിതിൽ കൂടുതൽ എഫേർട്ട് ഇടണം, എനിക്കിത് എന്തായാലും ക്രാക്ക് ചെയ്യണം. വേറെ ഒന്നുണ്ട്, ഒരു തവണ കിട്ടിയില്ല എന്ന് വിചാരിച്ച് അപ്പോഴത്തിനും ഇത് ഇനി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന മൈൻഡ് സെറ്റ് ഒരിക്കലും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ആ പൊട്ടൻഷ്യലിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ട് നിങ്ങളിത് ക്രാക്ക് ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ ആണല്ലോ. ബൈപാസിങ് ദ ഡിഫിക്കൽട്ട് ട്രാപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറേ ജനറൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത്തരത്തിലൊരു കാര്യമാണ്, എക്സാം സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ നിങ്ങളെ മൈൻഡ് പോയി, ഈ എക്സാം പോയി എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നന്നായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇതുവരെ നിങ്ങൾ കാണാത്ത, ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചവർ കാണാത്ത അത്തരത്തിൽ വളരെ ഓഡ് വണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളെ മൈൻഡ് ഓക്കെ ഐ ആം ട്രാപ്ഡ് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, എല്ലാ എക്സാംസിലും ഓഡ് വണ്ണായിട്ടുള്ള, ആർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ പറയണം, ഇത് എനിക്കുള്ള ക്വസ്റ്റ്യൻസ് അല്ല. നമുക്ക് ഫുൾ മാർക്ക് നേടിയിട്ടല്ല നമ്മൾ നെറ്റ് JRF അടിക്കുന്നത്, മറിച്ച് എന്താണ്, നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു കട്ട് ഓഫ് മാർക്കുണ്ട്, അതിന് അബോവ് പോയാൽ മതി. അപ്പോൾ അതിന് പുറമേ ഉള്ള കുറച്ച് മാർക്കുണ്ട്, അതിൻ്റെ ഇടയ്ക്കൊരു കുറച്ച് മാർക്കുണ്ട്. ആ മാർക്ക് നമുക്ക് ഒഴിവാക്കാമെന്നല്ല, നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ആ മാർക്ക് നമുക്ക് വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം മാർക്കുകൾ വേണമ്പോൾ നിങ്ങൾ
പേടിക്കരുത്. അവിടെ എക്സാം ഹാളിൽ നിങ്ങൾ ടെൻസ്ഡായിട്ട് പിന്നീട് ത്രൂ ഔട്ട് എക്സാമിനെ ബാധിക്കുന്ന രീതിയിലാവരുത്. ചില എക്സാം എസ്പെഷ്യലി ഫസ്റ്റ് ഫേസ്, അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുള്ള സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചില ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഓക്കെ ഇത് എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നെഗറ്റീവ് എക്സാം നിലവിലില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിലാക്സ് ചെയ്ത് ഉള്ള ലോജിക്കിൽ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, റിലാക്സ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു ആൻസർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചിലപ്പം കൂടുതൽ ആൻസർ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ചില ചോദ്യങ്ങൾ ഈസി ആവില്ല, നിങ്ങൾക്ക് നല്ല ടഫായിരിക്കും. ആ ചോദ്യങ്ങൾ ആ രീതിയിൽ കണ്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക. ഓക്കെ, മുന്നോട്ട് പോവാം. ടൈം മാനേജ്മെൻറ്റ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും എക്സാംസിൽ അവർക്ക് അധിക പേരും ഒരുപാട് തവണ നെറ്റ് ക്രാക്ക് ചെയ്യാതെ പോകുന്നവർ, JRF ക്രാക്ക് ചെയ്യാതെ പോകുന്നവരൊക്കെ 2-3 മാർക്കിനൊക്കെയാണ് 4 മാർക്കിനൊക്കെയാണ് ക്രാക്ക് ചെയ്യാതെ പോകുന്നവർ പറഞ്ഞു കേൾക്കാറ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. പലപ്പോഴും നമ്മൾ എക്സാം എൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും പെൻഡിങ് ഉണ്ടാവും നമുക്കവിടെ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി പേപ്പർ 2 കൂടി ഉള്ളതുകൊണ്ട്. എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ പേഴ്സണൽ സജഷനാണ്, ഒരു 15 മാർക്ക് കോംപ്രഹെൻസീവ് ഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ച് നോക്കി അതിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുത്തൊരു 10 മാർക്ക് നമ്മുടെ പേപ്പർ 2-ലും 5 മാർക്ക് പേപ്പർ 1-ലുണ്ട്. അത് നിങ്ങൾ എക്സാമിൻ്റെ സ്റ്റാർട്ടിലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ആ ഷോട്ട് 15 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ബാക്കിയുള്ള എക്സാംസ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല ടഫാണ്, എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതിലേക്ക് പോകണം. ഓക്കെ, അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ടൈം മാനേജ്മെൻറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഷോർട്ട് ക്വസ്റ്റ്യൻസ് സെക്യൂർ ആക്കി വെക്കണം. ഓക്കെ, നെവർ സ്കിപ്പ് എനി യൂണിറ്റ്സ്. ഒരു യൂണിറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തിരിക്കണം. എക്സാമിൻ്റെ ഒരു മാസം മുമ്പാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് യൂണിറ്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോഴാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു യൂണിറ്റ്സും സ്കിപ്പ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന വെയിറ്റേജ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ പറയാം. കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകുന്നത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും. എന്തായാലും കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് വെയിറ്റേജ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എക്സാം സിലബസിൽ നമുക്കുണ്ടാവും വെയിറ്റേജ് ചിലപ്പം കൊടുത്തിട്ടുണ്ടാവും. ആ വെയിറ്റേജ് അനുസരിച്ചല്ല നിലവിൽ എന്ത് ചെയ്യുന്നത്, ഗെയിം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കൂ, പൊളിറ്റിക്കൽ തിയറി എല്ലാ എക്സാംസിനും ഒരേപോലെ വെയിറ്റേജ് വരുന്ന, ഒരേപോലെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇത് ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന മറ്റെല്ലാ പൊളിറ്റിക്കൽ തോട്ടായിക്കോട്ടെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടായിക്കോട്ടെ, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, IR ആയിക്കോട്ടെ, പബ്ബാഡ് ആയിക്കോട്ടെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ഈ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കോൺസെപ്റ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലുണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും ആവശ്യമുള്ള, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും ആവശ്യമുള്ള ഒരു യൂണിറ്റാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. ബൈ ഹാർട്ട് ചെയ്താൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കാണുന്ന വേർഡ്സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒന്നല്ല. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് നമുക്ക് ഒരുപാടുണ്ട്, നമുക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് അവിടേക്ക് നമ്മൾ എത്തും. അപ്പം പൊളിറ്റിക്കൽ തിയറി നിങ്ങൾ സെക്യൂർ ചെയ്യണം. 10% എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ക്വസ്റ്റ്യൻസ് നിരന്തരം വരുന്നത്. ഏകദേശം 2017 മുതലൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളൊരു ഡാറ്റയാണത്. ഓക്കെ, പൊളിറ്റിക്കൽ തോട്ടിലോട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലോട്ട് വരുമ്പം അവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലോട്ടൊക്കെ വരുമ്പോൾ പല ഏരിയകളും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബി ആർ അംബേദ്കർ, ലോഹിയ, അങ്ങനത്തെ ഒക്കെ ചില ടോപ്പിക്സ് ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തൊരിക്കണം. പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ മോശമല്ല. ഓക്കെ, 7% അവിടെ വരുന്നുണ്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പഠിച്ചു വെക്കലും. ഈ IR നോക്കൂ, ഉള്ളതിൽ വെച്ച് കൊമ്പൻ ആരാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് IR പറയാം. ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടേഷൻ, അതുപോലെ അതിൻ്റെ ക്രൊണോളജി, അതിൻ്റെ ഹെഡ് ആരാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഫേവറേറ്റ് ആണ്. ഓക്കെ, അതുപോലെ ഒരുപാട് ട്രെറ്റീസൊക്കെ തന്നിട്ട് NPT അങ്ങനത്തെ പോലെയുള്ള ട്രെറ്റീസ് ഉണ്ട്, അതിൻ്റെ ക്രൊണോളജി, അതിൻ്റെ ഇയേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഫാക്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് എന്ത്, ഇൻ്റർനാഷണൽ റിലേഷൻ. അതിലും കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്, ആദ്യം തിയറി ഭാഗം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത യൂണിറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഫോറിൻ പോളിസി കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ ഈ
ഏറ്റവും അടുത്ത കൊമ്പൻ ആരാണ്? പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 18% വരുന്നുണ്ട്. ഫേവറേറ്റ് ഭാഗമാണ്. എല്ലാ ഫാക്ച്വൽ ഓറിയൻറ്റഡ് കാര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഫാക്ച്വൽ ഓറിയൻറ്റഡ് കാര്യങ്ങൾ നമുക്ക് അടുത്തതിൽ പറയാം. ഇമ്പോർട്ടൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ. ഇതും IR-ഉം ഫസ്റ്റ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കണം നിങ്ങൾ. പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ കമ്പാരിറ്റീവ്ലി കുറവാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും കുറവാണ്. റീസെൻ്റ്ലി നടന്ന ചില എക്സാംസിലൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ ഗവേണൻസ് 10th യൂണിറ്റ് അവിടെയും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 യൂണിറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് 1 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ IR ഭാഗം, പിന്നെ നമ്മളെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അനാലിസിസിലൂടെ മനസ്സിലായി. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിച്ചാൽ എത്ര പെർസെൻറ്റേജോളം നമുക്ക് റീസെൻ്റ്ലി കാണാൻ പറ്റും? 43% എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണെങ്കിലോ 23% ആണ്. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും എന്താണ് 16% ആണ്. ക്രൊണോളജി ബേസ്ഡ് 13% പറയുമ്പോൾ അത്ര മോശമല്ല. ഓക്കെ, 13% ആണെങ്കിൽ അത്ര മോശമൊന്നുമല്ല. നിങ്ങൾ ടോട്ടൽ എടുത്തു നോക്കിയാൽ അത്യാവശ്യം ഉണ്ട്. അത് അസേഷൻ റീസണിങ് വളരെ കുറവാണ്. മുമ്പ് അസേഷൻ റീസണിങ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയാൽ മതി. അത് അത്ര മതി. അത് ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ചില ഏരിയകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എസ്പെഷ്യലി കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ മിനിമം 1 ഇയറിൻ്റെ കറണ്ട് അഫേഴ്സ് നമ്മൾ സെക്യൂർ ചെയ്തിരിക്കണം. അത് നമ്മൾ ജനറൽ PSC ഒക്കെ പഠിക്കുന്ന പോലെ എല്ലാ കറണ്ട് അഫേഴ്സും എടുത്ത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കിവിടെ പേപ്പർ 1-ലെ പേപ്പർ 2-ലെ മറ്റ് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതൊന്നും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ഒക്കെ നോക്കി വെക്കുക. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ഒക്കെ അവിടെ പഠിച്ച് വെക്കണം. അതുപോലെ ഇൻ്റർനാഷണലി നടക്കുന്ന ഈ ഇവൻറ്റ്സുകൾ, അങ്ങനെ വാറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻ്റർനാഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിർബന്ധമാണ്. ഇൻ്റർനാഷണൽ ഓക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻ കറണ്ട് അഫേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. കറണ്ട് അഫേഴ്സ് തന്നെ ചോദിക്കുന്നത് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കണം. തീരെ ഇല്ലാത്ത പേപ്പറുകളും ഉണ്ട് കേട്ടോ. നാഷണൽ സ്കീമുകൾ നമ്മൾ ഇന്ത്യക്ക് അകത്തുള്ള പല സ്കീമുകളൊക്കെ ഉണ്ടാവും, പല പോളിസികൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കി വെക്കണം. പിന്നെ ഒരു തവണ ചോദിച്ചതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഓക്കെ, അത് നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ഒരു തീമിനെ ബേസ്ഡ് ആയിരിക്കും ഓരോ ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേ ഒക്കെ നടക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ ഇലക്ഷനും പുതിയ CM പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് CMമാർ അവരെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ടോപ്പിക് റിലേറ്റഡ്, ഏത് ടോപ്പിക്കിലും അത് റിലേറ്റഡ് ആയിട്ടും, ഉദാഹരണത്തിന് നമ്മളെ ഏതെങ്കിലും റീസെൻ്റ്ലി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അവാർഡ് കിട്ടുക, അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമെൻമെൻറ്റ് പോലെയുള്ള ആക്റ്റുകൾ പോലെയുള്ള ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിലവിൽ എന്തെങ്കിലും കറണ്ട് അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. സോ കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇത്രയും കാര്യങ്ങൾ പ്ലസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് PYQ കാണുന്നുണ്ട്, അത് ഏഡ് ചെയ്ത് പോവാം. ഇനി ക്രൊണോളജി ബേസ്ഡ് പലപ്പോഴും പല ബുദ്ധിമുട്ട് പറയുന്നതാണ് ക്രൊണോളജി. അപ്പോൾ ക്രൊണോളജി ബേസിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്രൊണോളജി ബേസിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ഏരിയകൾ, തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജിയും കൂടി പഠിച്ചു വെക്കണം. അത് ഐഡിയോളജി ആദ്യം വന്നത് ലിബറലിസം, പിന്നീട് വന്നതാണ് അതിന് ഓപ്പോസിറ്റ് ചെയ്ത് വന്നതാണ് പിന്നെ കൺസർവേറ്റിസം, പിന്നെ മാർക്സിസം എന്നൊക്കെ പറയുന്ന സോഷ്യലിസം. അപ്പോൾ ആ ഐഡിയോളജികളുടെ ഒരു ക്രൊണോളജി നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഫെമിനിസം പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്രൊണോളജി ഉണ്ട്. അങ്ങനെയുള്ള ഐഡിയോളജികളുടെ ഒരു ക്രൊണോളജി, തിങ്കേഴ്സിൻ്റെ ക്രൊണോളജി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, അവരുടെ തിങ്കേഴ്സിൻ്റെ ക്രൊണോളജി. ഓക്കെ, അവർ ജനിച്ചതിൻ്റെ ബേസിൽ ആരാണ് ആദ്യം ജനിച്ചത്, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഫസ്റ്റ് അവർ വേറെ വെച്ചിട്ട്. ഇത് വെരി എപ്പോഴും ചോദിക്കുന്നതാണ്. വൈസ് പ്രസിഡൻറ്റിൻ്റെ ക്രൊണോളജി, പ്രൈം മിനിസ്റ്റർ, അതുപോലെ സ്റ്റേറ്റ് CMമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇലക്ഷൻ കമ്മീഷണർ, ദെൻ CAG, ഫിനാൻസ് കമ്മീഷണർ. പിന്നെ ഇത് ഫേവറേറ്റ് ആണ്. UN-ൻ്റെ ഒക്കെ IMF അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് എഴുതി വെക്കണം. എഫേർട്ട് എടുക്കണം എന്നാലേ കിട്ടുള്ളൂ. എല്ലാവരും പണിയെടുത്തിട്ടാണ് ഇത് കിട്ടിയെന്ന് പറയുന്ന പോലെ എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സോ പിന്നെ ഡീകൊളോണൈസേഷൻ്റെ ഒരു ഓർഡർ, ഡീകൊളോണൈസേഷൻ കൺട്രീസിൻ്റെ ഓർഡറാണ് കേട്ടോ ചോദിക്കുന്നത്. അതായത് ഓരോ കൺട്രീസും ഡീകൊളോണൈസ് ചെയ്യപ്പെട്ടതിൻ്റെ ഓർഡർ. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ, IPT ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് ചില ഓർഗനൈസേഷൻ്റെ ഓർഡർ ചോദിക്കും. ബുക്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
എല്ലാ ബുക്സും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ചോദിച്ചിട്ടുള്ള ബുക്സും അതുപോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിലും ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലുമുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ ബുക്സ് അവിടെ എടുത്ത് നോക്കുമ്പോൾ BR അംബേദ്കർ, കാൾ മാർക്സ് ഹൈലി ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതും വിട്ടുപോകരുത്. പിന്നെ സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. IR നിന്ന് കോൾഡ് വാർ ഇവൻറ്റ്സുകളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. കോൾഡ് വാർ ഇവൻറ്റ്സിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്, കോൾഡ് വാർ ഇവൻറ്റ്സിനെ കുറിച്ച്. പിന്നെ കോൺഫറൻസുകൾ, ട്രെറ്റീസ് ഞാൻ മുമ്പേ പറഞ്ഞു, IRൻ്റെ ട്രെറ്റീസ് വളരെ CTBT ഒക്കെ പോലെയുള്ള ആ ലിസ്റ്റ് അതേപോലെ കാണാൻ പഠിക്കണം. നിങ്ങൾ എക്സാമിന് തൊട്ട് തലേന്ന് വേണം റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതാ ചോദിച്ചാൽ ഇതൊക്കെയാണ് ഞാൻ പറയാം. ഓക്കെ ആണല്ലോ? സോ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് നമുക്ക് ആക്റ്റുകൾ, ലോസ്, ഓരോ ആക്റ്റുകളും ഉണ്ടാക്കിയ ഇയറുകൾ അത് വെച്ച് നോക്കണം. അമെൻമെൻറ്റ്സുകൾ ഇയർ പഠിച്ചു നോക്കണം. അതുപോലെ പുതിയ ഏതെങ്കിലും നിയമങ്ങൾ വന്നിട്ടുണ്ട് അത് നോക്കണം. സ്കീമുകളുടെ ഇയേഴ്സ് പഠിച്ചു നോക്കണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എവല്യൂഷൻ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എവല്യൂഷൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലൈഫ് സ്കെച്ച് ഓഫ് തിങ്കേഴ്സ്, ഉദാഹരണത്തിന് ഒറോബിന്ദോയുടെ ലൈഫ് സ്കെച്ച് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ തിങ്കേഴ്സിൻ്റെ ക്രൊണോളജി, അവരുടെ ലൈഫ് ഇവൻറ്റ്സ് എന്ത് ചെയ്യാണ്, ക്രൊണോളജി ബേസിലാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി ഫാക്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 18% ചോദ്യം ചോദിച്ച യൂണിറ്റാണ്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങൾ, അമെൻമെൻറ്റ്സ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിന് ഈ റീസെൻ്റ്ലി നടന്ന എക്സാമിന് ഇതുവരെ ഞാൻ പോലും ഒരു ഭാഗത്ത് പോലും കാണാത്തൊരു ചോദ്യം, ഒരു പുതിയൊരു ഫാക്ച്വൽ ചോദ്യം ചോദിച്ചവർ. അപ്പോൾ അത്തരത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അതുപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന്, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രൈം മിനിസ്റ്റേഴ്സ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ. CM സ്റ്റേറ്റ്, റീസെൻ്റ്ലി നടന്ന സ്റ്റേറ്റ് ഇലക്ഷനിലൊക്കെ നടന്നിട്ടുള്ള പുതിയതായിട്ട് വന്ന CMമാർ, അവിടെയൊക്കെയാണ് ഫാക്ച്വലായിട്ട് ചോദിക്കാറ്. സോ ഇത്രയാണ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു മിനി ഓറിയൻറ്റേഷനാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റ് വൈസ് നമുക്ക് അനാലിസിസ് നടത്താം. എങ്ങനെയാണ് ഓരോ യൂണിറ്റിലും ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം. അപ്പോൾ അങ്ങനൊരു സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ഒന്ന് കമൻ്റ് ഇടാം. ഗിവ് എവേയിലൊക്കെ കമൻ്റ് ഇടാൻ പറയുന്ന പോലെ വെറുതെ ഒന്ന് കമൻ്റ് ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ യൂണിറ്റുകളിലും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാംസ് വരുന്നുണ്ട്, ഡിസംബറിൽ അടുത്ത എക്സാം വരുന്നുണ്ട് UGC നെറ്റിൻ്റെ. അപ്പോൾ ആ നെറ്റ് എക്സാമിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യണം, JRF സ്കോർ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കണ്ടു തീർക്കണം. ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടു തീർക്കുന്നതോടൊപ്പം ആ ക്ലാസ്സുകളുടെ ടോപ്പിക് വൈസ് PYQs നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഒരു കൈൻഡ് ഓഫ് വിസ്റ്റം നമുക്ക് ലഭിക്കും. ഓക്കെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ്, എക്സാം ഹാളിൽ നമുക്ക് ഇല്ലാത്തതാണ്. ഒരു കോൺഫിഡൻസ് ഇല്ല നമുക്ക്. പല ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടു തീർക്കണം. ആ ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടു തീർക്കുന്നതിന് പാരലലി നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക് വൈസ് എക്സാംസ് ചെയ്യണം, ടോപ്പിക് വൈസ് PYQസും ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ CC കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ടൊരു കോഴ്സ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം 150 days ആണ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 150 days to JRF എന്നാണ്. അപ്പം ഈ കോഴ്സ് ഒരു ലോങ് ടേം ബാച്ചാണ്. എന്തൊക്കെയാണ്, നമ്മൾ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ടാവും. PYQ അനാലിസിസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQ അനാലിസിസ് ആയിരിക്കും ഉണ്ടാവുക. മോക്ക് ടെക്സ്റ്റുകൾ ഉണ്ടാവും. പിന്നെ മോക്ക് എക്സാംസിനോടൊപ്പം എന്ത് ചെയ്യണം, മെൻറ്റർഷിപ്പ് ഉണ്ടാവും. സോ ഇതുകൂടാതെ മറ്റ് സബ്ജക്ട്സിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു സപ്പോർട്ട് വേണം, എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ റെഡിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പേപ്പറിനെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. സോ ഓൾ ഓഫ് യു ഗുഡ് ബൈ, നമുക്ക് വീണ്ടും കാണാം.